സർപ്പ എഡ്യൂക്കേറ്റർ ആണല്ലോ അല്ലേ? ഓക്കെ, എന്താ താങ്കളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്? ഞാൻ ആക്ച്വലി ഒരു ആനിമൽ റൈറ്റ് ആക്ടിവിസ്റ്റ് കൂടിയാണ്. ഒരു 18 വർഷത്തിന് മുകളിലുള്ള ആനിമൽ വെൽഫെയർ ഫീൽഡിലുണ്ട്. ആനിമൽ വെൽഫെയർ ഹ്യൂമൻ വെൽഫെയർ തന്നെയാണ് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അതിന്റെ ഭാഗമായിട്ട് അവയർനെസ് സ്കൂളുകളിലും ചെറിയ ഗ്രൂപ്പുകളിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഭാഗമായിട്ട് നമ്മളിങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇത്രയും അവയർനെസ് കൊടുത്തിട്ടും പാമ്പുകളെ കുറിച്ച് ഒരുപാട് ധാരണാപേക്ഷകളാണല്ലോ ആൾക്കാർക്ക്. പിന്നെ പലപ്പോഴും ഈ അപകടങ്ങൾ ഉണ്ടാവുന്നത് ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. പാമ്പുകൾ ഒഴിവാക്കി നമുക്ക് ഈ ലോകത്ത് ജീവിക്കുന്നത് പ്രാക്ടിക്കൽ ആയിരിക്കില്ല. നമുക്ക് ചെയ്യാവുന്നത് എന്താ പറയുക, ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത്. കാരണം ഭയപ്പെടാതെ ഇതിനെങ്ങനെ ഫേസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുന്ന നേരത്തെ പല എക്സ്പേർട്സും പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്നത് നമുക്ക് അവയർനെസ്സിലൂടെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ടും കുട്ടികളിലൂടെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് വലിയൊരു ലെവലിലേക്ക് വളരാം. കാരണം പലപ്പോഴും ഒരു പഴയ കുറേ മിത്തുകളിലാണ് ആളുകൾ വിശ്വസിക്കുന്നത്. ഇപ്പോഴും ഉപ്പുവെള്ളം കുടിക്കുക, അല്ലെങ്കിൽ പാമ്പ് അടിച്ചാൽ ഹോസ്പിറ്റലിൽ പോകണ്ട, വൈദ്യരെ കാണിക്കുക, ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് ആന്റി സ്നേക്ക് വെനം കിട്ടുന്ന ഹോസ്പിറ്റലിലേക്ക് എത്തുക. ഈ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ഈ വിഷവൈദ്യന്മാരുണ്ട്, വിഷകാരി എന്നൊക്കെ പേരിൽ വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് മാത്രമല്ല, ചില ആൾക്കാരൊക്കെ ഈ സിനിമയിലൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, എവിടെയെങ്കിലും പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അറിയും ഇപ്പൊ കിടക്കുന്ന ഒരാൾ വരാനുണ്ട് എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. ഇപ്പോഴും അത് സിനിമയിലെ കാണിക്കുന്നതുകൊണ്ട് ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്, കിടക്കുന്ന ഒരാൾ ഇപ്പൊ എടുത്തോണ്ട് വരും. ബേസിക്കലി ഹ്യൂമൻസ് ആഗ്രഹിക്കുന്നത് ഒരു ഹീറോയിക് അങ്ങനെ ഒരു പ്രവചനം നടത്താൻ പറ്റുമോ? ഇല്ല, അതൊക്കെ ഒരു കുറെ വിശ്വാസങ്ങൾ ആളുകൾ പറയും. ഇപ്പൊ പറവൂര്, ഞാൻ നോർത്ത് പറവൂരുകാരനാണ്. അവിടെ ഇതുപോലെ കോഴിയുടെ പൃഷ്ഠഭാഗം വെച്ചിട്ട് വിഷം ഇറക്കുന്ന ഒരു പരിപാടി ഉണ്ട്. കോഴിയുടെ കഴുത്ത് ഇദ്ദേഹത്തിന്റെ കയ്യിലാണെന്ന് ആരും ചിന്തിക്കുന്നില്ല. ഉള്ളി പിടിക്കുന്നു, കോഴി ഞെക്കുന്നു, കോഴി ചാവുന്നു. ബേസിക്കലി ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഡ്രൈ ബൈറ്റും അതുപോലെ തന്നെ വെനമസ് ബൈറ്റും തിരിച്ചറിയുള്ള ബേസിക് നോളജ് ഇവർക്കുണ്ട്. ഇത് സംഭവം കൈവിട്ട് പോയി എന്ന് പറഞ്ഞാൽ സമയം കഴിഞ്ഞു, നിങ്ങൾ നേരെ ഹോസ്പിറ്റലിലേക്ക് പൊക്കോ എന്ന് പറയുവാണ്. സെയിം ടൈം ഒരു നോൺ വെനമസ് ആണ്. ഒരു 10 കോഴി ഞെക്കി കൊന്നാലും കുഴപ്പമില്ല, ആള് രക്ഷപ്പെട്ടു, വൈദ്യൻ ഹീറോ ആയി, നാട്ടുകാരിൽ വിശ്വാസം ജനിപ്പിക്കുന്നതാണ്. അതായത് ഇപ്പൊ ഒരു റെസ്ക്യൂർ പോകുന്നു, അല്ലെങ്കിൽ ഒരു ഡോക്ടർ എടുക്കുന്ന എഫേർട്ട് പലപ്പോഴും പുറത്താരും അറിയുന്നില്ല. കാരണം ഇപ്പോൾ നേരത്തെ ഡോക്ടർ സന്ദീപ് പറയുന്നുണ്ടായിരുന്നു, മരണനിരക്ക് 120 അല്ലെങ്കിൽ 130 18 നമ്പറിലേക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്സും വ്യക്തികളും ആളുകളും അവയർനെസ്സും കൂടി കൊണ്ടും ഈ പറയുന്ന ഡോക്ടേഴ്സിനൊക്കെ എഫേർട്ട് കൊണ്ട് തന്നെയാണ്. ഒരിക്കലും ഈ മന്ത്രവാദം കൊണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ട്രീറ്റ്മെന്റ് കൊണ്ടോ ഒന്നുമല്ല ഈ പറയുന്ന മരണം. മന്ത്രവാദികൾ ഒത്തിരി ഉണ്ടോ കേരളത്തില്? ധാരാളം അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇപ്പോഴും വിശ്വസിക്കുന്നതും അങ്ങനത്തെ മിത്ത് പറയുന്ന ആളുകൾ അവർ ഹീറോയിക്കായിട്ട് കാണുന്ന ആളുകളുണ്ട്, ഇപ്പോഴും ഉണ്ട്. ബേസിക്കലി മലയാളികൾ അത്യാവശ്യം സെൻസ് ഉള്ളവരാണ്. കാരണം ഇപ്പോൾ ഒരു തെറ്റ് കണ്ടാൽ നമുക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാനും അതിലേക്ക് പെട്ടെന്ന് ട്രാൻസ്ഫോം ചെയ്യാനും കപ്പാസിറ്റി ഉള്ള ആളുകളാണ് ബേസിക്കലി മലയാളികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന അവയർനെസ് നമ്മൾ സ്കൂളുകളിലും ചെറിയ ഗ്രൂപ്പ്സിലൊക്കെ കൊടുക്കുമ്പോൾ തന്നെ പലപ്പോഴും പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യണം, അതുപോലെ തന്നെ പാമ്പ് വരാതിരിക്കാൻ എന്ത് ചെയ്യണം, ഈവൻ നിങ്ങൾ തനിയെ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഹൗ ടു ഫേസ് ദാറ്റ് എന്ന് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പല കുട്ടികളും ഒരു ബേസിക് നോളജ് ആയിട്ട് ഇത് പോകുമ്പോൾ ഇത് അവർ ഫ്യൂച്ചറിലേക്കും മറ്റ് ഗ്രൂപ്പിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോകുന്നൊരു ക്രൈറ്റീരിയ കാണാറുമുണ്ട്.